നെൽകർഷകർക്ക് വിളയിറക്കാൻ അനുവദിച്ചിരുന്ന പലിശരഹിത വായ്പ നിർത്തലാക്കിയ നടപടിയിൽ പ്രതിസന്ധിയിലായി കാർഷിക മേഖല. പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി അനുവദിച്ചിരുന്ന പലിശരഹിത വായ്പ ചെറുകിട കർഷകർക്കുൾപ്പെടെ വലിയ ആശ്വാസമായിരുന്നു. പദ്ധതി നിർത്തലാക്കിയത് സംഭരണ വില പോലും ലഭിക്കാതെ ദുരിതത്തിലായ കർഷകർക്ക് ഇരുട്ടടിയാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കർഷകർക്ക് അനുവദിച്ചിരുന്ന പലിശരഹിത വായ്പ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയിരുന്നു. നെൽകർഷകർക്ക് വിളയിറക്കാൻ ഉൾപ്പെടെ വലിയ ആശ്വാസമായിരുന്നു പലിശയില്ലാതെ ഹ്രസ്വകാലത്തേക്ക് ലഭിച്ചിരുന്ന വായ്പ. എന്നാൽ പദ്ധതി നിർത്തലാക്കിയത് ചെറുകിട കർഷകർക്കുൾപ്പെടെ വലിയ തിരിച്ചടിയായി. സംഭരണ വില പോലും കൃത്യമായി ലഭിക്കാതെ പ്രതിസന്ധിയിലും കടക്കണിയിലും തുടരുന്ന കർഷകർക്ക് ഈ പണം കൂടി നിഷേധിക്കപ്പെടുമ്പോൾ കാർഷിക മേഖലയ്ക്ക് തന്നെ വലിയ നഷ്ടമുണ്ടാവുമെന്നാണ് വിലയിരുത്തൽ. തീർച്ചയായിട്ടും അത് വലിയൊരു ആശ്വാസമായിരുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം. ആ പദ്ധതി ഇപ്പോൾ നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അവർക്കൊരു ആശ്വാസം നൽകുന്ന ആ പദ്ധതി ഉപേക്ഷിക്കുക എന്ന ഒരു സ്ഥിതിയിലാണ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു സമീപനം അത് തീർത്തും നിരാശാജനകമാണ്. കർഷകർ ഈ കൃഷി ഉപേക്ഷിച്ച് മറ്റു മേഖലയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിൽ. നിലവിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പദ്ധതി നിർത്തലാക്കാൻ കാരണമെന്നാണ് സൂചന. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ രണ്ടാം വിള നെല്ല് സംഭരിച്ചതിൻ്റെ വില വിതരണം ഇനിയും പൂർത്തിയാക്കാനായിട്ടില്ല. നിരവധി കർഷകരാണ് ഇതിനോടകം നെൽകൃഷി ഉപേക്ഷിച്ചു കഴിഞ്ഞത്. അമൃത ന്യൂസ്, പാലക്കാട്.